കല്യാണം, വരനെ കാണുവാനില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒന്നായിരുന്നു മലപ്പുറത്ത് നിന്ന് കാണായ വരനെ കുറിച്ചുള്ള വാർത്ത. ആ വരനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു, കോയമ്പത്തൂരിൽ വെച്ച് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. നിമിഷ അതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. നിമിഷ, മലപ്പുറത്ത് നിന്ന് കാണാതായ വരൻ കോയമ്പത്തൂരിൽ എന്ന് സൂചന എന്നതാണ് നമ്മുടെ വാർത്തയുടെ ഒന്നാമത്തെ വരി. സ്വാഭാവികമായിട്ടും ഈ വാർത്ത മലപ്പുറത്ത് നിന്ന് വരൻ കാണാതായി എന്നുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെടാതിരുന്ന പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ആദ്യത്തെ സംഭവം ഒന്ന് വ്യക്തമാക്കുക. മലപ്പുറത്ത് നിന്ന് എപ്പോഴാണ്, ഏത് കല്യാണത്തിനാണ്, എങ്ങനെയാണ്, ആ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം ഇന്ന് കണ്ടെത്തിയ കാര്യത്തിലേക്ക് വരിക. നിമിഷ. പനേഷ്, കഴിഞ്ഞ ബുധനാഴ്ചയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതായത്. ഇന്നലെ വിഷ്ണുജിത്തും മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായുള്ള വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. വിവാഹത്തിനായി കുറച്ച് പണം സംഘടിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണുജിത്ത് ജോലിസ്ഥലത്തേക്ക് പോയത്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം പണം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കോളും എത്തിയിരുന്നു. എന്നാൽ KSRTC ബസ് കയറിയതിനു ശേഷം വിഷ്ണുജിത്തിനെ കുറിച്ചുള്ള യാതൊരു വിവരവും വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. 1 ലക്ഷം രൂപ കിട്ടിയെന്നും സുഹൃത്തിനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വിഷ്ണുജിത്തിൻ്റെ കോൾ എത്തിയിരുന്നത്. എന്നാൽ ഇതിനുശേഷം ബന്ധുക്കൾ വിഷ്ണുജിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് കുടുംബം പരാതിയുമായി എത്തിയത്. പോലീസിൽ പരാതി നൽകിയതിനു ശേഷം മലപ്പുറം DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്നും അതുപോലെ തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് വിഷ്ണുജിത്ത് KSRTC, അതായത് മലപ്പുറത്ത് നിമിഷ സൂചിപ്പിക്കുന്നത് പോലെ നിമിഷയെ നിമിഷ നേരത്തേക്ക് ഫ്രെയിമിൽ നിന്ന് മാറ്റിയിട്ട് പൂർണ്ണരൂപം CCTVയുടേത് കാണിക്കുക, നിമിഷയെ അല്പനിമിഷത്തേക്ക് പൂർണ്ണരൂപത്തിൽ കാണിക്കാതെ പൂർണ്ണരൂപം CCTV ദൃശ്യങ്ങൾ തന്നെ കാണിക്കുക, എന്നിട്ട് നിമിഷ തുടരുക, പറയുക. അതിൽ വട്ടം വരച്ച് കാണിക്കുന്നുണ്ട്, പ്രതിശ്രുത വരേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നിമിഷ അത് തുടർന്നോളൂ. ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിമിഷ വ്യക്തമാക്കൂ. വനേഷ്, പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വിഷ്ണുജിത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിഷ്ണുജിത്ത് കഞ്ചിക്കോട്ടെ വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയിരുന്നത്. എന്നാൽ കോയമ്പത്തൂർ ബസ്സിലാണ് വിഷ്ണുജിത്ത് കയറുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണുജിത്ത് എവിടെ പോയെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിൻ്റെയും മലപ്പുറം സ്വദേശിനിയായ മഞ്ചേരി സ്വദേശിനിയായ യുവതിയുടെയും വിവാഹം നടക്കാനിരുന്നത്. ഇതിനായി 1 ലക്ഷം രൂപ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിഷ്ണുജിത്ത് മലപ്പുറത്ത് നിന്ന് വണ്ടി കയറിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് വിഷ്ണുജിത്ത് തന്നെയാണ് എന്ന് ബന്ധുക്കളും മറ്റും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇത് വിഷ്ണുജിത്താണെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. KSRTC ബസ്സിൽ വിഷ്ണുജിത്ത് കയറിയിട്ടുണ്ടെന്നും അതിനുശേഷം വീട്ടുകാരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ബന്ധുക്കൾ പോലീസിലും അറിയിച്ചിട്ടുണ്ട്. ബനേഷ്, അപ്പോൾ ഈ 1 ലക്ഷം രൂപ കിട്ടിയോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. അതേപോലെ തന്നെ വിഷ്ണുജിത്ത് എന്ന വാക്ക് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു ഹിന്ദു കല്യാണമാണ്. അതിൽ ഇവർ വിശ്വാസികളാണെങ്കിൽ മുഹൂർത്തം നോക്കൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഈ കല്യാണം എന്ന് നടക്കും, അതിൻ്റെ തുടർച്ച അതടക്കമുള്ള കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകർക്കതിൽ വിഷയമില്ല. പക്ഷേ ഈ ഒരു ദുരൂഹത നീക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പോകേണ്ടതും. എന്തായാലും മലപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിശ്രുത വരൻ കോയമ്പത്തൂരിലുണ്ട് എന്നുള്ള സൂചന ലഭിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ അത് പ്രതിശ്രുത വരൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിമിഷയാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്.